നോക്കൂ, അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഞാൻ വളരെ കൗതുകത്തോടെ കേൾക്കുകയായിരുന്നു. അദ്ദേഹം LDF-ന്റെ പ്രതിനിധിയായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം ഏത് പാർട്ടിയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് പറഞ്ഞു. INL. എൻഎല്ലുകാർ വേണം ഒന്ന് മതേതരത്വത്തെ പറ്റിയിട്ടും സഹിഷ്ണുതയെ പറ്റിയിട്ടും ഒക്കെ പറയാം. മുസ്ലിം ലീഗിന്റെ തീവ്രത എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിൽ നിന്ന് പിരിഞ്ഞിട്ട് വേറെ പാർട്ടി ഉണ്ടാക്കി പോയിട്ടുള്ള ആളുകളാണ് RSSകാരെ മതേതരത്വവും ജനാധിപത്യമൊക്കെ പഠിക്കുന്നത്. അതിന്റെ പ്രയോജനം ഞാൻ വളരെ ഗൗരവത്തോടെ കാണുന്നുണ്ട്. കാരണം നോക്കൂ, ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയും PFI-യും ഒക്കെ പറയുന്ന അതേ വാദങ്ങളാണ് അദ്ദേഹം കൊടുക്കുന്നത്. കഴിഞ്ഞ 1 കൊല്ലമായിട്ട് പിണറായി വിജയനെതിരെയുള്ള ആരോപണം, പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായിട്ടും RSSന്റെ പരിസരത്തിലേക്കാണ് കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയെന്നും കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ RSSകാർക്ക് പ്രത്യേക പ്രിവിലേജ് ട്രീറ്റ്മെന്റ് കിട്ടുന്നതും മറ്റേ പോപ്പുലർ ഫ്രണ്ട്സുകൾക്കോ ജമാഅത്തേക്കാർക്കോ ആ നിലയ്ക്കുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല എന്നും ജുഡീഷ്യൽ സംവിധാനം പോലും RSS പെരുമാറുന്നതും ഒക്കെയുള്ള വളരെ ഗൗരവമായിട്ടുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. വളരെ വൈകിയ വേളയിൽ ആക്ഷേപം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഇപ്പൊ ഇങ്ങനെ നിർദ്ദേശം കൊടുത്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹം സത്യത്തിൽ പിണറായി വിജയനെ ആക്ഷേപിക്കുകയാണോ അതെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഗൗരവമായ രാഷ്ട്രീയം ഉന്നയിച്ചിട്ടുള്ളത് 9 വർഷവും പിണറായി വിജയൻ ഈ നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. കാരണം 10ാമത്തെ കൊല്ലം പിണറായി വിജയൻ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തൊന്ന് വന്ന് പറഞ്ഞതാണ്. മറ്റൊരു രസകരമായിട്ട് പ്രചരണം ഞാൻ കണ്ടത്, പൂജ ചെയ്യുന്നതിനോടൊന്നും എനിക്ക് എതിർപ്പില്ല. നമ്മൾ പണ്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ തീവണ്ടി പൂജിക്കുന്നതും KSRTC-യിലെ ബസ് പൂജിക്കുന്നതും ഒക്കെ സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചിരുന്ന അതിനെയൊക്കെ അംഗീകരിച്ചും ഉൾക്കൊണ്ടുമെന്നല്ല പറയുന്നത്. സഹിച്ചും ക്ഷമിക്കുന്ന നിങ്ങൾ മറ്റൊരാളുടെ ആരാധനയെ മറ്റൊരാളുടെ വിശ്വാസത്തെ സഹിക്കുന്നതും നിങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റേത് കുറെ കൂടി വിശാലമാണ്. നിങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നു, നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നു, നിങ്ങൾ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ തൽക്കാലം പ്രതികരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നു. നാളെ നിങ്ങൾക്ക് ശക്തി ഉണ്ടാവുന്ന സമയത്ത് ഇവന്മാരെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം എന്ന നിഗൂഢമായിട്ടൊരു മനഃശാസ്ത്രം അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അങ്ങ് മനസ്സിലാക്കണം. അതേപോലെ തന്നെ അങ്ങ് ഉന്നയിച്ചിട്ടുള്ള ഉദാഹരണം, ഇത് സ്ഥിരമായിട്ട് ഞാൻ ഈ ചർച്ചയിലേക്ക് കേൾക്കാനുള്ള ഉദാഹരണമാണ്. കേരളത്തിൽ മഗ്‌രിബ് ബാങ്ക് വിളിച്ചോ മോനെ നിലവിളക്ക് കൊടുക്കാനെന്ന് ചോദിക്കുന്ന അമ്മമാർ. കേരളത്തിലെ ഹിന്ദുക്കളുടെ വീട്ടിലൊന്നും ക്ലോക്കോ വാച്ചോ മറ്റു സംഭവങ്ങളോ ഒന്നുമില്ല. ശരി, ഇപ്പൊ അങ്ങനെ ഒരു വാദത്തിന് ഞാൻ സമ്മതിക്കാം. അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ്. എന്നാൽ തിരിച്ചിട്ട് എന്താ മറുപടി? ഇതേ പറയുന്ന പോലെ മഗ്‌രിബ് ബാങ്ക് കേട്ടിട്ട് വിളക്ക് കൊളുത്തുന്ന ഒരു സമൂഹത്തിനോട് നിങ്ങളുടെ മനോഭാവം എന്താണ്? വിളക്ക് കൊളുത്താൻ പറ്റില്ല എന്ന് പറയുന്നതല്ലേ? ഒരു പൊതുപരിപാടിയുടെ ഉദ്ഘാടനത്തിന് നിലവിളക്ക് വെച്ചു കഴിഞ്ഞാൽ ആ നിലവിളക്ക് കൊളുത്തില്ല, അത് വിശ്വാസവിരുദ്ധമാണെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന ഈ സൗഹാർദ്ദം ഒരു പക്ഷത്തിൻ്റെത് മാത്രമാവുകയും മറുപക്ഷം ഈ കൂട്ടരുടെ വിശാല മനസ്കതയും ഇവരുടെ സഹിഷ്ണുതയും ഒക്കെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് പരിഗണിക്കുകയും ചെയ്തതിനെ തുടർന്നിട്ടാണ് ഇവിടുത്തെ ആളുകളുടെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടായത്. ആ കാഴ്ചപ്പാടിലെ മാറ്റം സ്വാഭാവികമായിട്ട് അവിടുത്തെ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കും. നിങ്ങൾ വരുത്തി വെച്ചതാണിത്. നിങ്ങളുടെ സെലക്റ്റീവ് ആയിട്ടുള്ള മതേതരത്വം കൊണ്ട്, നിങ്ങളുടെ ഏകപക്ഷീയമായിട്ടുള്ള പ്രീണനം കൊണ്ട്, നിങ്ങളുടെ ഹിന്ദു വിരുദ്ധത കൊണ്ട്, നിങ്ങളുടെ ഭൂരിപക്ഷ താടനം കൊണ്ട്, നിങ്ങളുടെ ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് നിങ്ങൾ വരുത്തി വെച്ചതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റം. എന്നിട്ട് കേരളവും രാഷ്ട്രീയമായി മാറുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെട്ടിട്ട് എന്താണ് കാര്യം? പിന്നെ അങ്ങയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ തന്നെ അങ്ങ് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അങ്ങ് INL ആയതുകൊണ്ട്. പക്ഷെ പൊതുവിൽ LDF-ന്റെ ഒരു സമ്മതിതനായിട്ടുള്ള നേതാവായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞത് വസ്തുതാപരമായി ശരിയാണ്. ഇന്ത്യയിൽ തന്നെ RSSന് ഏറ്റവും കൂടുതൽ ശാഖകൾ, നിത്യശാഖകളുള്ള സ്ഥലം കേരളമാണ്. 4000-ലേറെ ശാഖകൾ കേരളത്തിന് RSSൽ ഉണ്ട്. UP-യിലോ ഗുജറാത്തിലോ പോലും ഇത്രയേറെ ശാഖകളില്ല. അതായത് RSSന്റെ ഗ്രൗണ്ട് ലെവലായിട്ടുള്ള ഗ്രാസ് റൂട്ട് ലെവലായിട്ടുള്ള കാര്യക്രമങ്ങൾ ഏറ്റവും ശക്തിയായി നടക്കുന്നുണ്ട്. ഇലക്ഷനിൽ സീറ്റ് കിട്ടുന്നതാണ്, തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതാണ് RSSന്റെ പ്രവർത്തനം തന്നെ ദയവായിട്ട് വിചാരിക്കരുത്. RSSന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സർവ്വതോന്മുഖമായിട്ടുള്ള വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പരംവൈഭവം രാഷ്ട്രം എന്നാണ്. രാഷ്ട്രത്തിന്റെ പരമമായിട്ടുള്ള വൈഭവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പരിവാറുകൾ RSSലുണ്ട്. RSS എന്ന് പറയുന്ന സംഘടനയെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിരോധിക്കാൻ സാധിക്കാത്തത്? കാരണം RSS എന്ന് പറയുന്ന ഒരൊറ്റ സംഘടനയല്ല, അത് ആയിരക്കണക്കിന് പരിവാറുകളുടെ കൂട്ടമാണ്. അത് ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയെല്ലാം അതിൻ്റെതായിട്ടുള്ള രൂപങ്ങൾ ആർജിച്ചുകൊണ്ട് അത് പ്രവർത്തിക്കുന്നത്. അത് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്താണ്. അത് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത് ആദിവാസി വനവാസികൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ വനവാസി കല്യാൺ സംഘാണ്. അത് അരയർക്കോ മുക്കൂർക്കോ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അത് മറ്റൊരു സംഗതിയാണ്. അത് വിശ്വാസികൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ ശബരിമല കർമ്മസമിതിയാണ്. അത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അത് വിവേകാനന്ദ കേന്ദ്രയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള രൂപങ്ങളും ഭാവങ്ങളും രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. അതിലെ രാഷ്ട്രീയ മേഖലയിലുള്ള പരിവാറിന് വേണ്ടത്ര ആനുകൂല്യങ്ങൾ നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് സംഘം എന്ന് പറയുന്ന ആദർശത്തിന് കേരളത്തിൽ വ്യാപനം ഉണ്ടായിട്ടില്ല എന്ന് അങ്ങ് ധരിക്കരുത്. അങ്ങേക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നാളെ കേരളത്തിൽ എത്ര
സഞ്ചലനങ്ങളാണ് വിജയദശമിയോടനുബന്ധിച്ച് നടക്കാൻ പോകുന്നതെന്ന് അങ്ങ് എണ്ണിക്കോളൂ. കേരളത്തിൽ ഇത്തവണ ഓരോ മണ്ഡലാടിസ്ഥാനത്തിൽ ഏറ്റവും പ്രാദേശികമായിട്ടുള്ള പഥസഞ്ചലനങ്ങളാണ്. നഗര കേന്ദ്രീകൃതമായിട്ടുള്ള വലിയ പഥസഞ്ചലനങ്ങളല്ല. ഓരോ ഗ്രാമത്തിലും തനിയെയുള്ള സവിശേഷമായിട്ടുള്ള ചെറു പഥസഞ്ചലനങ്ങളാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ആ നിലയിൽ എത്ര പഥസഞ്ചലനങ്ങൾ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പഥസഞ്ചലനങ്ങൾ നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോ സഹ്യന് ഇപ്പുറത്തേക്ക് RSSനെ തടഞ്ഞു നിർത്തി എന്നൊക്കെ INL പോലെ ഒരു പാർട്ടി ഇവിടെ വിശ്വാസം ഇല്ലാത്തൊരു പാർട്ടി, ഞാൻ മൂർഖനും കൂടി പഠിച്ചു വന്നു എന്നുള്ള മട്ടിൽ ഞങ്ങൾ LDF കാരെല്ലാവരും കൂടി RSSനെ തടഞ്ഞു നിർത്തി എന്നൊക്കെ പറയുന്നത് അങ്ങനെ പരിഹാസ്യമാണെന്ന് മാത്രമേ. ഓക്കെ.